വൻമരങ്ങൾ കടപുഴകി വീഴുന്നത് പുതിയ കാര്യമല്ല. കോട്ടക്കൊത്തളങ്ങൾ തകരുന്നതിലും അസ്വാഭാവികതയൊന്നുമില്ല. വടക്കൻ ജില്ലകളിൽ എണ്ണം പറഞ്ഞ വമ്പന്മാരാണ് കാലിടറി വീണത്. പാർട്ടിക്കോട്ടകൾ പലതും തോറ്റമ്പി നിലം പതിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജനകീയനുമായ CP മുസാഫർ അഹമ്മദിന്റെ പരാജയം അപ്രതീക്ഷിതമായിരുന്നു. മേയർ ആകേണ്ടിയിരുന്ന ആളാണ്. മീഞ്ചന്ത ഡിവിഷനിൽ മുസ്ലിം ലീഗിലെ SK അബൂബക്കറാണ് ഇവിടെ വിജയിച്ചത്. അബൂബക്കർ വിജയിക്കുമെന്ന കാര്യത്തിൽ UDFന് പോലും യാതൊരു ഉറപ്പുമില്ലായിരുന്നു. പാറോപ്പടി ഡിവിഷനിൽ UDFിലെ PM നിയാസ് പരാജയപ്പെട്ടതാകട്ടെ BJPയിലെ ഹരീഷ് പൊറ്റങ്ങാടിയോടാണ്. UDFിന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു നിയാസ്. CPMന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ പൊറ്റമ്മൽ ഡിവിഷൻ BJP പിടിച്ചെടുത്തതാണ് അത്ഭുതപ്പെടുത്തുന്നത്. താമരശ്ശേരി ഫ്രഷ് കട്ട് പ്രക്ഷോഭത്തെ തുടർന്ന് ഒളിവിലായ മുസ്ലിം ലീഗിലെ ബാബു കുടുക്കിൽ വിജയിച്ചു. ബാബുവിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പതിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഉള്ളിയേരി ഡിവിഷൻ UDF പിടിച്ചെടുത്തു. MSF ഹരിത നേതാവ് റിമ കുന്നുമ്മൽ വിജയിച്ചു. പതിറ്റാണ്ടുകളായി LDF നിലനിർത്തിയ സീറ്റിലാണ് UDFന് വേണ്ടി വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരി വിജയക്കൊടി നാട്ടിയത്. വയനാട്ടിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാരനെ തോൽപ്പിച്ചതാകട്ടെ കോൺഗ്രസ് വിമതൻ ജിനു ജേക്കബ്. പൂതാടി ബ്ലോക്കിലായിരുന്നു ഷംസാദ് ജനവിധി തേടിയത്. 2.5 പതിറ്റാണ്ടായി LDF കുത്തകയായിരുന്ന വൈത്തിരി പഞ്ചായത്ത് UDF പിടിച്ചു. പകരത്തിനു പകരമായി ചരിത്രത്തിലാദ്യമായി മൂപ്പൈനാട് LDF പിടിച്ചു. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നഗരസഭയിലെ കോറോ സെൻട്രലിൽ LDF സ്ഥാനാർത്ഥി KP മധു ജയിച്ചു. ലൈംഗികാരോപണത്തെ തുടർന്ന് നേരത്തെ CPM ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നീക്കിയ ആളാണ് മധു. പയ്യന്നൂരിൽ ബോംബേറ് കേസിലെ പ്രതി നിഷാദ് വെള്ളൂർ ഡിവിഷനിൽ നിന്ന് ജയിച്ചു കയറി. പാലക്കാട് പെരിങ്ങോട്ടുകുറിശിയിൽ LDF പിന്തുണയോടെ മത്സരിച്ച കോൺഗ്രസ് വിമതൻ AV ഗോപിനാഥ് പരാജയപ്പെട്ടു. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണം വിമതനിൽ നിന്ന് UDF തിരിച്ചുപിടിച്ചു. S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.